പൊടിയുപ്പ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, കല്ലുപ്പ് മാത്രം വാങ്ങിക്കുക. ഇതുപോലെയുള്ള ക്വാളിറ്റി മാനേജർമാർ ഉണ്ടായാൽ എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു. പവിഴം ബ്രാൻഡ് ഇറക്കുന്ന പവിഴം സോൾട്ട് മേടിച്ച ഒരു ഉപഭോക്താവിനുണ്ടായ ദുരനുഭവവും അതേ തുടർന്ന് അദ്ദേഹം കസ്റ്റമർ കെയറിൽ പരാതി നൽകുകയും തുടർന്ന് ക്വാളിറ്റി കൺട്രോളിൽ നിന്നും വിളിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ മണ്ടത്തരവും ഒക്കെയായിരുന്നു ഞങ്ങൾ വാർത്തയായി നൽകിയത്. ഉപ്പിൽ പോലും ഇത്രയും മാരകമായ മാരം ചേരുമോ? ഇത്രയും അശ്രദ്ധമായി തമിഴ്നാട്ടിലെ ഉപ്പുപാടങ്ങളിൽ നിന്നും വരുന്ന ഉപ്പാണ് പല പല ബ്രാൻഡ് നെയിമുകളിൽ നമ്മൾ വാങ്ങിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പ്രേക്ഷകർ ഞെട്ടലോടെയാണ് കേട്ടത്. ITV ന്യൂസ് നൽകിയ വാർത്ത കണ്ട് തമിഴ്നാട് നാഗപട്ടണത്തിന് സമീപം വേദാരണ്യത്ത് ഉപ്പുപാടമുണ്ടായിരുന്ന ഷൺമുഖൻ എന്ന വ്യക്തി ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. ഉപ്പിലെങ്ങനെ മായം കലരുന്നു എന്നും ഉപ്പ് പലപ്പോഴും വിഷകരമായി മാറുന്നത് എങ്ങനെയെന്നും അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. പലപ്പോഴും നാം പൊടിയുപ്പ് മേടിക്കുമ്പോൾ അതിൽ കാൽസ്യം കാർബണേറ്റോ അതുപോലെയുള്ള മാരക പദാർത്ഥങ്ങളോ ഉണ്ടെങ്കിൽ നാം അറിയാറില്ല. അതുകൊണ്ട് തന്നെ കല്ലുപ്പ് മേടിച്ച് അത് കലക്കി ഉപയോഗിക്കുന്നതാവും അഭികാമ്യം. ഇനി ഷൺമുഖൻ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. എന്തായിരുന്നു? അല്ല, നിങ്ങളെ ഒരു ഉപ്പ് കാരം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് അത് ചെറിയ ചെറിയ കല്ലുണ്ടായിന്നെ പറഞ്ഞത്. അത് ഞാൻ ഉപ്പ് ഉണ്ടാക്കാറല്ല, ഞാൻ വേദാരണ്യമാണ്. അതോടെ അർത്ഥം എനിക്ക് മനസ്സിലാവും അത് എന്താ സംഭവിച്ചതെന്ന്. അത് ഞാൻ പറഞ്ഞു തരാം. അത് ഉപ്പാണ്. ഉപ്പില് സാധാരണ മുൻപെല്ലാം 10 കൊല്ലം 20 കൊല്ലത്തേക്ക് മുൻപിലെല്ലാം ക്വാളിറ്റി ഇല്ലാതെ ഇങ്ങനെ മണ്ണിൽ വാരി എടുത്താണ് ഉപ്പ് എല്ലാ സ്ഥലത്ത് വരുന്നത്. അപ്പൊ ഇത് ആരും കണ്ടുപിടിച്ചല്ല. ഇപ്പൊ നല്ല നല്ല കമ്പനികളാണ്, വലിയ വലിയ കമ്പനികളാണ്. ആദ്യം ഉപ്പ് കംപ്ലീറ്റ് ഇടും. ഉപ്പ് ഇട്ടിട്ട് അത് സെറ്റാക്കും. പാത്തിയ ഉപ്പ് ഉണ്ടാക്കുന്ന പറമ്പ് സെറ്റാക്കിയിട്ട് ഉപ്പ് വെള്ളത്തിലെ കാൽസ്യം കാർബണേറ്റിന് ഒരു കെമിക്കൽ ഉണ്ട്. அந்த கால்சியம் கார்பனேட் 16 டிகிரில இருந்து 24 டிகிரி வரை உண்டாகும் வெள்ளத்துல சூடாகும் போது. அதை ஒரு பரம்பில் ஆக்கும். அது வெள்ளத்துல தேக்கி உண்டாக்கி வைக்கும் போது அது அந்த கால்சியம் கார்பனேட்டுங்கிற அந்த നിങ്ങൾ ചെറിയ ചെറിയ പൊടി അയാൾ പറഞ്ഞല്ലേ, അതാണ് അത് സാധനം. അത് പേര് കെമിക്കൽ നെയിം കാൽസ്യം കാർബണേറ്റ്. அது கலக்காம பாடில்ல. அதுல இருந்து 24 டிகிரி வந்த போது அதுல இருந்து வர்ற பாக்கி வெள்ளத்தை மற்றொரு பரம்புக்கு மாற்றும். பரம்பு அதுல இருந்தான உப்பு உண்டாக்குறது. அப்ப அதுல இருந்து உப்பு உண்டாக்கும் போது அதுல இது கால்சியம் கார்பனேட் உண்டாவல. காரணம் மற்ற பரம்புல ஆறி போயிடும். இது உப்பு இனி 24 டிகிரில இருந்து 29 டிகிரி சூரிய வெளியில ஆவியாகும் போது வெள்ளம் அதுல உண்டாவதுதான ஒரிஜினல் உப்பு. അപ്പൊ അന്ത ഉപ്പില് ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല. അതാണ് നല്ല ഉപ്പ്, നല്ല സാൾട്ട്. ഇത് ചില സ്ഥലങ്ങളിൽ അവർ ഇന്ത് വെള്ളത്തെയും 16 ഡിഗ്രിയില 20 ഡിഗ്രിയിലെ വെള്ളത്തെയും മൊത്തത്തില് എല്ലാ ഉപ്പുകളെ പറമ്പിൽ ഒന്നാക്കി വെള്ളത്തെ വിട്ടോളും. അപ്പൊ ഇത് മൊത്തം സൂര്യവെളിയിൽ ആവിയാകുമ്പോൾ ഉപ്പും സാൾട്ടും ആദ്യമുള്ള കാൽസ്യം കാർബണേറ്റ് മിക്സിംഗ് ആയി പാത്തിയിലെ പറമ്പിലെ വിഴുന്നു പോകും. അപ്പൊ ഇത് മൊത്തമായി അവർക്ക് പളയിട്ട് വാരിക്കോളും. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാതാണ് ഉപ്പ് എടുക്കുന്നത്. അപ്പൊ ഇത് മൊത്തമാത് ഉപ്പ് നിങ്ങളിങ്ങനെ വെള്ളത്തിലിട്ട് കലക്കുമ്പോൾ ആദ്യമുള്ള കാൽസ്യം കാർബണേറ്റ് താഴെ വീഴും. അതാണ് ചെറിയ ചെറിയ പൊടിയ കല്ല ഉണ്ടാവുന്നത്. അത് അപകടകരമാണോ? അത് അപകടകരമാണ്. അത് നമ്മൾ കിഡ്നിയെ ബാധിക്കും. കിഡ്നിയിലെ കല്ല് ഫാം ആവും. കാൽസ്യം എന്ന് പറയുന്ന സാധനമാണ്. കാൽസ്യം എന്നാണ്, അതാണ് കല്ല്. அதுக்கு தமிழ்ல ஜிப்சம்னு பேரு. ஜிப்சம் உரம் ഉണ്ടാക്കില്ല, വളം ഉണ്ടാക്കരുത്. വയലിലെ പറമ്പുകളിലെ നെല്ല് വയലുകൾക്കൊക്കെ ജിപ്സം എന്ന് പറയുന്നതാണ് സാധനം. അത് സാധനം തൂത്തുക്കുടിയിലെ വേദാരണ്യത്തിലൊക്കെ അത് തനിയായിട്ട് എടുക്കും. ഇവരിത് യാതൊരു ശ്രദ്ധയില്ലാതെ ഇതുപോലെ ഏതെങ്കിലും പറമ്പിൽ നിന്ന് വാരി കൊടുക്കുന്നത് കൊണ്ട്, ചുമ്മാ പാക്ക് ചെയ്ത് വിടുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുപോലെ ഒരുപാട് എല്ലാ സ്ഥലത്തിലും നടക്കും. തൂത്തുക്കുടിയില് വേദാരണ്യത്തില് എല്ലാ സ്ഥലത്തിലും ഇത് സംഭവം നടക്കും. ഇത് ആരും കണ്ടുപിടിക്കുന്നില്ല, ഇത് ആരും ഒന്നും ചെയ്യണില്ല. ഇത് ഞാൻ തമിഴ്നാട്ടുകാരനാണ്. ഞാൻ വേദാരണ്യത്തിൽ ഉപ്പ് ഉണ്ടാക്കണ എനിക്ക് ഉപ്പ് സ്ഥലം ഉണ്ടായിരുന്നു. ഉപ്പുപാടം എന്നിട്ട് ഉപ്പുപാടം ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട്ടിലാ ഉള്ളത്, കേരള ഒരു പണിക്ക് വന്നതാ. അപ്പൊ ഇന്നലെ ഞാൻ ഇത് റിപ്പോർട്ട് കണ്ടപ്പോ, ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടപ്പോ അയാള് നിങ്ങൾക്ക് റിപ്പോർട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് റിപ്പോർട്ട് വീണ്ടും ഫേസ്ബുക്ക് നോക്കണ പോലെ ഇതാ ഞാൻ കണ്ടതാ. അപ്പൊ നിങ്ങളെ കസ്റ്റമർ കെയറിന് ഞാൻ ഇത് വീണ്ടും അതിനെ കണ്ടുപിടിച്ച് നിങ്ങളെ വിളിച്ചതാ നേരിട്ട്. ഇത് ചാനലിന്റെ നമ്പറാ. ഞാൻ അന്ത വാർത്ത കൊടുത്തത് ഇന്നലെ. ചാനലിലെ ഞാൻ കണ്ടതാ. ITV ന്യൂസിന്റെ മാർജിൻ എഡിറ്റർ താൻ പേശറ ഇപ്പോ. അത് ശരി. അപ്പൊ இதோட பேரு கால்சியம் கார்பனேட் ആണ്. அது பாத்தில வெள்ளத்துல பச்சை கலராக ഉണ്ടാവാ. പച്ച കളറില ഗ്രീൻ കളറില ഉണ്ടാവാ. പിന്നെ ഇത് ഉപ്പായി ഇങ്ങോട്ട് ഉണങ്ങി വരുമ്പോൾ വൈറ്റ് കളറാ മാറും, ചുണ്ണാമ്പ് കല്ല് പോലെ മാറും. അത് നിങ്ങൾ ആദ്യം തൂത്തുക്കുടിയിൽ പോയി കണ്ടാൽ മനസ്സിലാവും. വലിയ വലിയ കമ്പനിക്കാർ ഇത് തെറ്റ് ചെയ്യില്ലട്ടോ.
ഇത് ഇത് സാധാരണ ഈ ഉപ്പുപാടം പ്രധാനമായിട്ട് എവിടൊക്കെയാ ഉള്ളത്? ഉപ്പുപാടം തമിഴ്നാട്ടിലെ കൂടുതലുള്ള തൂത്തുക്കുടി, അടുത്തത് വേദാരണ്യം, നാഗപട്ടണം ജില്ല, തഞ്ചാവൂരിലെ അടുത്ത നാഗപട്ടണം ജില്ലയിലെ വേദാരണ്യം സ്ഥലം. അവിടെ DCW ഒരു കമ്പനി ഉണ്ട്, ഗുജറാത്ത് കമ്പനി. അവരിലൊക്കെ നല്ല ഉപ്പ് ഉണ്ടാക്കും. അത് അവിടെ ഇருந்து നിങ്ങൾ വാങ്ങാം. വേദാരണ്യത്തിലെ വേറെ നല്ല കമ്പനികളുണ്ട്, അവിടെ നിന്ന് വാങ്ങാം. തൂത്തുക്കുടിയിലെ നല്ല കമ്പനികളുണ്ട്. നിങ്ങൾ നല്ല ക്വാളിറ്റി കമ്പനിയിൽ നിന്ന് അങ്ങനത്തെ ഉപ്പ് വാങ്ങണം. നിങ്ങൾ സാധാരണ ആൾക്കാർ വില കുറച്ച് കൊടുക്കും. അങ്ങനെ പോയി വാങ്ങണാൽ ഇങ്ങനത്തെ പാൾട്ട് വരും. ഇത് ഈ വില കുറഞ്ഞ സ്ഥലങ്ങളിൽ പോയി നോക്കി ഇവന്മാര് ഉപ്പ് മേടിക്കുന്നുണ്ടാവും ഇങ്ങനെ സംഭവിക്കുന്നല്ലേ? അതന്നെ. ഉപ്പ് അവിടെ പോയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ നാട്ടിലെ തെങ്ങ് എല്ലാവരുടെ സ്ഥലത്തിൽ തെങ്ങുണ്ടല്ലേ, എല്ലാവരുടെയും തെങ്ങ് പറമ്പുണ്ടല്ലേ, എല്ലാവർക്കും വയലുണ്ടല്ലോ. അതേപോലെ അതാണ് അവിടെയും പാടം, എല്ലാവർക്കും ഉപ്പ് പാടം ഉണ്ടാവും. സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവും. സാധാരണ കുടി ഒരു ഏക്കർ സ്ഥലമുള്ളവർക്കുണ്ടാവും. 1000 ഏക്കർ 2000 ഏക്കർ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാവും. ആ കോർപ്പറേറ്റ് കമ്പനികൾ പോലെ ഉണ്ടാക്കുന്ന ഉപ്പാണ് നല്ല ഉപ്പ്. സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്ന അങ്ങനെ അവരുടെ ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അവരിൽ എല്ലാத்தையும் വെള്ളത്തെ ഒന്നായിട്ട് വെച്ച് ഇങ്ങനെ വാരി കൊടുക്കൽ തന്നെ. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് പാവം അവരിൽ ഉപ്പ് ഉണ്ടാക്കുന്നത് അവർ സ്ഥലം ഉണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതെങ്ങനെ വർഷത്തേക്ക് ഇങ്ങനെ പാട്ടത്തിന് എടുക്കുവാണോ അതോ കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞു കൊടുക്കുവാണോ? എങ്ങനെ ഇതിന്റെ കച്ചവടം എങ്ങനെ? കച്ചവടം അവർക്ക് സ്വന്തമായി ഉണ്ടാക്കുന്നതാണ്. പിന്നെ വലിയ വലിയ കമ്പനിക്കാരുടെ ലീസിക്ക് എടുത്തും ചെയ്യും, വാടകയ്ക്ക് എടുത്തും ചെയ്യും, പാട്ടയ്ക്ക് എടുത്തും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് നല്ല കമ്പനിയിലെ നല്ല ക്വാളിറ്റിയുള്ള കമ്പനിയിലെ അവിടെ തൂത്തുക്കുടി വീട്ടിൽ നല്ല കമ്പനിയിലെ നിങ്ങൾ ഉപ്പ് വാങ്ങണാൽ മതി. കുറച്ച് വലിയ കമ്പനികൾ ഇറക്കണം. അപ്പൊ നല്ല കുറച്ച് 1000 ഏക്കർ 2000 ഏക്കർ. ഇത് പലരും ഇത് പല കമ്പനികളും ശ്രദ്ധിക്കാതെ ഇതുപോലത്തെ ഉപ്പ് മേടിക്കുമ്പോ ഇത് സ്ഥിരം സംഭവിക്കുന്നില്ല. ഇത് ശ്രീറാം എല്ലാ സ്ഥലത്തിലും ഇത് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും വേദാരണ്യത്തിലും നടക്കുന്നുണ്ട്, തൂത്തുക്കുടിയിൽ നടക്കുന്നുണ്ട്. ഇത് സംഭവം ഒരുപാട്. നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉപ്പ് എടുത്ത് പാക്കറ്റ് കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ ഇത് ഉണ്ടാവും. നിങ്ങൾ പവിഴ കമ്പനീന്റെ എണ്ണില്ല എന്ന ഉപ്പ് സാൽട്ടിലുള്ള എന്താ കമ്പനിയെ നിങ്ങൾ ചെക്കിങ് ചെയ്താൽ മതി. അതിൽ ഇത് ഇങ്ങനത്തെ സാധനം എല്ലാ ഉപ്പിലും ഉണ്ടാവില്ല. അതാണ് നല്ല ഉപ്പ്. എല്ലാ ഉപ്പിലും ഉണ്ടാവില്ല. അങ്ങനത്തെ കമ്പനിയെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. നിങ്ങൾ ഒരു ഓർഡർ കൊടുക്കും. തൂത്തുക്കുടിയിലെ ഇന്നാർക്കുന്ന ഒരു ഓർഡർ നിങ്ങൾ കൊടുക്കും. അവർ അവിടെ ഇருந்து ഉപ്പ് നിങ്ങൾക്ക് ഏറ്റുമതി ചെയ്യും. നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഉപ്പ് വന്ന് ഇറങ്ങും. നിങ്ങൾ പൈസ ട്രാൻസ്ഫർ പണിവിടും. അങ്ങനെയല്ല നിങ്ങൾ ഇത് സംഭവിക്കുന്നത്. അതായത് ഇവര് പറയുന്ന ഇവരുടെ സൂപ്പർവൈസർമാർ അവിടെ ഉണ്ട്, ഉപ്പ് പാടത്തുണ്ട്, അവർ നോക്കിയാ ചെയ്യുന്നതെന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ? എന്ത് തോന്നുന്നു? അതൊന്നുമില്ല. അതില് നിങ്ങളല്ല സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ ആളെ 2 പേരെ നിയമിച്ചിട്ടുണ്ടെന്ന് നിങ്ങളല്ല പറഞ്ഞത്. അത് അങ്ങനത്തെ അയാളും നല്ല പഠിച്ച ആളാർക്കണം. അത് അയാളെ പോയി നോക്കിയാൽ ഇങ്ങനത്തെ പഠിച്ച ആളാർക്കണം. നിങ്ങൾ സൂപ്പർവൈസറിന് പറഞ്ഞില്ലേ, അവരിൽ ഇത് കെമിക്കലെ പറ്റി പഠിച്ചിരിക്കണം. ഉപ്പ് എങ്ങനെയാ അവർ ഉണ്ടാക്കുന്നത്, ഏത് ഡിഗ്രിയുടെ ഫാമുണ്ട്, ഭൂമി മീറ്ററിനുണ്ട്. അത് വെള്ളത്തെ പോയിട്ട് ഇട്ട് നോക്കണോ. ഇത് ഇത്തിന്റെ പറമ്പിൽ നിന്ന് ഇത്ര ഡിഗ്രി വെള്ളമുണ്ട്, ഫാമിയുണ്ട്. അതിലേന്ന് പറമ്പിൽ നിന്ന് അങ്ങോട്ട് വെള്ളം മാറാൻ എത്ര ഫാമി ഉണ്ടെന്ന് നോക്കണം. 24 ഡിഗ്രി ആവണം. 24 ഡിഗ്രി ആവണം. 24 പാടില്ല. 24 ആയി 29 ഡിഗ്രി. 29 ഡിഗ്രി കഴിഞ്ഞാൽ അതിക്ക് മേലെ അത് വിഷ ഉപ്പാ. അത് മഗ്നീഷ്യം സൾഫേറ്റിന് വിഷമെന്ന് ഇറങ്ങും. 29 ഡിഗ്രിക്ക് മേലെയും ചില പേർ ഉപ്പെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് വിഷമാ. നരമ്പ് തളർച്ച ഉണ്ടാവും. അത് ഉപ്പ് സാപ്പിടുമ്പോൾ നരമ്പ് തളർച്ച ഉണ്ടാവും. அதுக்கு முதல்ல 34 டிகிரிக்கு போகும். 30-40 டிகிரி வரை போகும். 40 டிகிரி போய் அந்த கம்ப்ளீட் அந்த வெள்ளம் வற்றி போகும். 37-36 டிகிரி ஆகும்போது புரோமின் ஒரு கெமிக்கல் ഉണ്ട്. அந்த புரோமின் எடுத்தானே நம்ம போட்டோ பிலிமൊക്കെ എടുക്കുന്നത്. ഭയങ്കര വിഷമാത്. കെമിക്കലാ, ഭയങ്കര വിഷമാണിത്. ഒരു ഉപ്പ് വെള്ളത്തിലെ പല സാധനങ്ങളുണ്ട്. ഫസ്റ്റ് വர்றது കാൽസ്യം കാർബണേറ്റ്, அதுக்கு பின்னாடி தான் உப்பு, அதுக்கு பின்னாடி മഗ്നീഷ്യം സൾഫേറ്റ്, அதுக்கு பின்னாடி മഗ്നീഷ്യം ക്ലോറൈഡ്, அதுக்கு பின்னாடி ബ്രോമിന്. അങ്ങനെ ഒരുപാട് കെമിക്കൽ ഉണ്ട്. ഒവ്വൊരു പറമ്പിലും വെള്ളം മാറുമ്പോൾ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ 24 ഡിഗ്രിയിലിருந்து 29 ഡിഗ്രി വരയ്ക്കുന്നതാണ് ഉള്ള ഉപ്പാണ് നല്ല ഉപ്പ്. അതിലിருந்து കോരി എടുക്കുന്ന ഉപ്പാണ് നമ്മൾ നോക്കി വാങ്ങണം. പിന്നെ മണ്ണ് വര കാരണമുണ്ട്. മണ്ണ് വര കാരണം സാധാരണ ആൾക്കാർ ഇങ്ങനെ ഉപ്പ് മണ്ണിൽ തന്നെ വെച്ചിട്ട് വാരി കൊടുക്കും. പിന്നെ വലിയ കമ്പനിക്കാർ അവരെന്ത് ചെയ്യും, വെട്ടൊന്ന് കെട്ടും, വെട്ടൊന്ന് ചെയ്യും. ഉപ്പ് 1 മാസം 2 മാസത്തിൽ വെയിലിൽ ഇങ്ങനെ പറമ്പിൽ തന്നെ പടിയെ വെക്കും. അവരത് ഉപ്പ് എടുക്കണില്ല. അതിങ്ങനെ സെറ്റായി നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് പോലെ ആവും. പിന്നെ അവർക്കൊരു ബ്ലേഡ് പോലെ അത് ഇട്ടിട്ട് അത് വാരി എടുത്തിട്ട് അതിക്ക് മുകളിൽ ഉപ്പ് എടുക്കും. അപ്പൊ അതിൽ മണ്ണുണ്ടാവില്ല, ശരി ഒരു ഇതും ഉണ്ടാവില്ല. ഭയങ്കര പ്രോസസ് ഉണ്ട്. ഉപ്പ് സാധാരണ എടുക്കാൻ പറ്റില്ല. അത് ആണ മുൻപെല്ലാം 10 കൊല്ലം 20 കൊല്ലങ്ങൾക്ക് മുന്നെല്ലാം ചുമ്മാ സാധാരണ വാറ തന്നെ. ഇപ്പൊ എല്ലാം അങ്ങനല്ല. ഇപ്പൊ എല്ലാം ക്വാളിറ്റി കൺട്രോൾ ഒക്കെ വന്നിരിക്കുന്നു. അതേ ഇപ്പൊ ഈ അയോഡൈസ്ഡ് ഉപ്പ് എന്ന് പറയുന്നത് എങ്ങനെ, എപ്പോഴാണ് അത് ചേർക്കുന്നത്, അയോഡൈസ്ഡ് ആക്കുന്നത്? അയോഡൈസ്ഡ് അവർക്ക് കമ്പനിയിലെ അരച്ച് പൊട്ടിക്കുമ്പോൾ അതൊരു മെഷീനിലെ പൈപ്പിൽ ഇങ്ങനെ സ്പ്രേ പണിക്കൊണ്ടേ ഇരിക്കും. ഉപ്പിലങ്ങനെ കറക്റ്റ് ഒരു അളവ് നോക്കും അവർക്ക് ലബോറട്ടറിയിൽ വെച്ചിട്ട്. അപ്പൊ അത് എങ്ങനെ അയോഡിൻ മിക്സിങ് ആവും.
പിന്നെ സാധാരണ ഉപ്പ് ആൾക്കാർക്കൊന്നും അയോഡിൻ അവരൊന്നും ചെയ്യണില്ല. സാധാരണ പാക്കറ്റ് തന്നെ അണിപ്പുണ്ണുണ്ട്. അവർ അയോഡിൻ മിക്സിങ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. മുകളിൽ അയോഡിൻ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ടാവും, മുകളിൽ ലേബിൾ എഴുതിയിട്ടുണ്ടാവും. ഉള്ളിൽ അയോഡിൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് സാധാരണ ആൾക്കാർ എടുക്കുന്ന ഉപ്പ് തന്നെ. വലിയ കമ്പനി, കോർപ്പറേറ്റ് കമ്പനികൾ, അങ്ങനത്തെ കമ്പനി, ഡീസന്റ് വലിയ കമ്പനി, ഇപ്പൊ നിങ്ങൾ പറയില്ലേ വേറൊരു കമ്പനി ഉണ്ട്, പേരെന്താ, സ്പ്രിംഗിള്, വേറൊരു കമ്പനി ഉണ്ട്, 2-3 കമ്പനി ഉണ്ട്, നല്ല കമ്പനി. അങ്ങനത്തെ കമ്പനിയിലെന്ന് നിങ്ങൾ ഉപ്പ് വാങ്ങണ മതിയാ. അല്ല, അതിലൊന്നും മിസ്റ്റേക്ക് ഉണ്ടാവും. നല്ല നിങ്ങളുടെ അഭിപ്രായത്തില് നല്ല ബ്രാൻഡ് ഏത്? നല്ല ഉപ്പ് ആരാ കൊടുക്കുന്നേ? നല്ല ഉപ്പ് തൂത്തുക്കുടിയുള്ള ഉണ്ട്. ഞാന് പറഞ്ഞു തരാം உங்களுக்கு. വേണമെങ്കിൽ അഡ്രസ് വൈകിട്ട് ഇതാണ് എങ്ങനെ നമ്പര്. ഇതിന്റെ നമ്പർ? ഇത് നമ്പറാണ്, നിങ്ങൾ വിളിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.